അപ്പൊ ആളങ്ങോട്ട് തിരിച്ച് നടന്നു വരികയാണ്. ഞങ്ങൾ നിന്റെ അടുത്ത് പോവാനല്ലേ പറഞ്ഞു, നിനക്ക് ഫൈറ്റ് വേണോ? ആള് 1 2 3 മൂന്നെണ്ണത്തെ ഇടിച്ചിടുന്നു. അവളെന്തി? അവള് സസ്പെൻഡ് ആയതുകൊണ്ട് അവള് സ്കൂളിലില്ല. അവളെ വിളിക്കും. എന്റെ കയ്യിൽ നമ്പർ ഇല്ല, പക്ഷെ ഹെയറോങ്ങിനോട് ചോദിക്കാം. അവര് ബെസ്റ്റ് ഫ്രണ്ട്സാ, അവൾക്ക് ഫൈൻ ഫ്രണ്ട്സ് ഉപയോഗിക്കാം. എന്ത് ഫൈൻ ഫ്രണ്ട്സോ? അതുപയോഗിച്ച് ഫ്രണ്ടിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാം. അവളിപ്പോ എവിടെ ഉള്ളേ? അത് കട്ട് ചെയ്ത് സാങ് വന്ന് ചോദിക്കുമ്പോ പറയാണ്, മിഞ്ചിയെ സസ്പെൻഡ് ചെയ്തേക്കോ. സസ്പെൻഡോ? കുറച്ച് സ്കൂളിന്റെ പോളിസി വയലേറ്റ് ചെയ്തവള്. ഒരു കാര്യം കൂടെ, അവളുടെ അച്ഛൻ ഇവിടെ കുറച്ച് ദിവസം മുമ്പ് വന്നായിരുന്നല്ലോ. ഇവിടെ സ്കൂൾ വയലൻസ് വല്ലതും നടന്നോ? എന്തുവാ സ്കൂൾ വയലൻസോ? ഞങ്ങളുടെ സ്കൂളിൽ കയറി എന്നിട്ട് വല്ല അനാവശ്യം പറയല്ലേ. ആളൊന്നും മിണ്ടുന്നില്ല. ഇവിടെ ഇവനാക്ക് വഴിയും കാണിച്ചു കൊടുത്ത് കയറി വരുമ്പോഴാണ് സാങ്ങി അങ്ങോട്ട് വരുന്നത്. രണ്ടുപേരും ഒന്ന് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിലും രണ്ടുപേരും കാണുന്നില്ല. ഇവിടെ ഹീറോ കള്ളപ്പനി അടിച്ച് കിടക്കുകയാണ്. കണ്ടിട്ട് നിനക്ക് തലവേദന ഉണ്ടെന്നൊന്നും തോന്നുന്നില്ലല്ലോ. ഞാൻ തലവേദന മാറ്റുക. അവിടെ നിന്ന് എല്ലാരും പോയി കഴിയുമ്പോൾ ഈ നോർത്ത് അങ്ങോട്ട് കയറുകയാണ്. അവിടുത്തെ പേഷ്യന്റ് ലിസ്റ്റ് നോക്കി കങ്ഹീറോനെ കണ്ട് ആള് കയറി വന്ന് അവളുടെ കഴുത്തിന് പിടിക്കുന്നു. നീയാണോ കങ്ഹീറോ? ഇത് വെച്ച് നിനക്ക് ഫ്രണ്ട്സിനെ അറിയാൻ പറ്റുമല്ലേ? നിനക്കത് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? ആള് തലയാട്ടുവാണ്. ഇവിടെ സാങ് വന്ന് കാറിൽ കയറുമ്പോഴാണ് ആള് പെട്ടെന്ന് പേടിച്ചു. നീ എന്നെ പേടിപ്പിച്ചല്ലോ. നമ്മുടെ ലോണ്ടറിക്കാരനാണ്. നീ എത്ര നേരം കൊണ്ട് ഇവിടെ ഉണ്ട്? ഞാൻ വെളി വെയിറ്റ് ചെയ്തതാ, പക്ഷെ ഭയങ്കര തണുപ്പ്. നിനക്ക് നേരത്തെ വിളിച്ചുകൂടായിരുന്നോ? എന്തെങ്കിലുമൊക്കെ കിട്ടിയോ? ഏജന്റ് കിമ്മിനെ കാണാത്തത് എന്തോ ആളുടെ മോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിനർത്ഥം ആളുടെ മോളെ എവിടെ കിട്ടുന്നോ അവിടുന്ന് നമുക്ക് അവനെയും കിട്ടും. ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ വെറുതെ ഒന്ന് സംസാരിച്ചേ. ഞാൻ ആ ലോണ്ടറിക്കാരയിൽ നിന്ന് എന്റെ സംസാരം അങ്ങനെ ആയിപ്പോയോന്ന് എനിക്ക് തോന്നുക. അപ്പോഴാണ് ഇവരുടെ ഫ്രണ്ടിൽ കൂടെ നോർത്ത് പോകുന്നത്. ആളും നോക്കുന്നുണ്ട്. ഇവിടെ സാങ് ക്യാമറയെ നോക്കി കാർ റിവേഴ്സ് ചെയ്യാണ്. അപ്പൊ ആ ക്യാമറയിൽ കൂടെ നോർത്തിനെ കാണുന്നുണ്ട്. അത് കട്ട് ചെയ്ത് ജൂ ഇല്ല അന്ന് സ്പായ് വെച്ച് സംസാരിച്ച ആളില്ലേ, ആളെ കാണിക്കാണ്. എന്നെ ഇത്ര പെട്ടെന്ന് വിളിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം കാണുമല്ലോ. ഇവിടെ ആരുമില്ല പറഞ്ഞു. ഇത് വലിയൊരു പ്രോജക്റ്റ് ആണ്. എങ്ങനെ പറയണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വേസ്റ്റ് ആയി കിടക്കുന്ന സ്ഥലത്തിൽ ഒരു സിറ്റി ഫുള്ള് പണിഞ്ഞെടുക്കുന്ന രീതി നീ വാർത്തയെ കണ്ടു കാണുമല്ലോ. എന്തായാലും സമാധാന ചർച്ച ഉടനെ വരും. അതിന്റെ ടോപ്പിക് എന്താണെന്നറിയാവോ? സൗത്തും നോർത്തും ചേരുന്ന സ്ഥലത്ത് ഫ്രീ ട്രേഡിനുള്ള സ്ഥലം കൊടുക്കാന്. നല്ല കാര്യല്ലേ? നമ്മളിപ്പോ സമാധാനത്തിന്റെ കാലത്തല്ലേ. ഇങ്ങനെ ഒരു പ്രോജക്റ്റിന് വേണ്ടി യുഹ കൺസ്ട്രക്ഷന് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായിരുന്നു എന്റെ വിചാരം. പക്ഷേ കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ലല്ലോ. ബാക്കിയുള്ളവരെയും കൂടെ എനിക്ക് കൺവിൻസ് ചെയ്യണം. ഫണ്ടിങ് ഒന്നും ഒരു പ്രശ്നമല്ല, ഞാൻ എത്ര വേണമെങ്കിലും തന്നോളാം. നീ എന്ത് സമാധാനമായിട്ടാ പറയുന്നത്? പൈസ കൊണ്ട് ഒന്നും നടക്കത്തില്ലെങ്കിൽ അതിന്റെ കാരണം നമ്മുടെ കയ്യിൽ അതിനുള്ള പൈസ ഇല്ലെന്ന്. അഥവാ എന്നിട്ട് നടന്നില്ലെങ്കിൽ കൺവിൻസ് ആവാത്തവരുടെ ലിസ്റ്റിങ് തന്നേരെ. ആളിങ്ങനെ ഇരിക്കുകയാണ്. അത് കട്ട് ചെയ്ത് ആളവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇത് കണ്ടോണ്ടിരുന്ന് ജൂ ചോദിക്കുകയാണ്, അപ്പോ മിഞ്ചി എങ്ങോട്ടോ പോയി. അവളുടെ അച്ഛൻ അവക്ക് വേണ്ടി തിരയുമല്ലേ? അവനെ കുറിച്ച് ഒരു ഡീറ്റെയിൽസും കിട്ടിയില്ല. ലൊക്കേഷനും ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. ആക്സസ് ഡിനൈഡ് ആണ്. എന്തോ ഒരു കുഴപ്പമുണ്ട്. ജൂ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കട്ട് ചെയ്ത് ഇവന്മാര് ലൊക്കേഷൻ കിട്ടിയ സ്ഥലത്തോട്ട് വരികയാണ്. ഇതല്ലേ ഇതിലെ 3ാമത്തെ നില. അങ്ങനെ രണ്ടുപേരും അകത്ത് കയറുന്നു. അവിടെ കയറി കഥവ് തുറക്കുമ്പോഴാണ് കുറെ എണ്ണം. ഇവിടെ കുറെ എണ്ണങ്ങൾ ഉണ്ടല്ലോ. മിസ്റ്റർ, നിങ്ങൾക്ക് ഇവിടെ കയറാൻ പറ്റില്ല. പൊക്കോ. തായിക്കൊണ്ടോ ഇറങ്ങ്. ഞാൻ വരുന്നതിന് മുമ്പ് യൂണിഫോം മാറ്റണ്ടായിരുന്നു. ഇവിടുത്തെ ഹെഡ് ആരാ? അപ്പൊ ഒരുത്ത എണീറ്റ് വരികയാണ്. എന്ത് ഹെഡ്? എന്റെ ആൾക്കാരെ നിങ്ങളത്തെ പോവാനല്ലേ പറഞ്ഞ? ഞാൻ നീയാന്നങ്ങ് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞ അവനെ അവിടെ ഇടിച്ചിടുകയാണ്. എന്നിട്ട് അവന്റെ മുടി വലിച്ചു പിടിക്കുന്നു. വലിച്ചങ്ങ് കയ്യിൽ ഊരിയെടുക്കുകയാണ്. തായിക്കൊണ്ട് ഇങ്ങനെ നോക്കിക്കാണ്. സോങ്ങിൻ ഹൈസ്കൂൾ +1 മഞ്ഞ ജാക്കറ്റ്, ഒരു ഹാർട്ടിന്റെ കീ ചെയിൻ ഉണ്ട്. അവളെ ആരെങ്കിലും കണ്ടോ? ഇല്ല സാർ. ഇല്ലെങ്കിൽ മുമ്പീന്ന് മാറും, ഇല്ലെങ്കിൽ നിങ്ങളും ഇതുപോലെ ആവും. എങ്ങോട്ടാ? ആ വഴി. അങ്ങനെ അവനെ വലിച്ചഴിച്ചോണ്ട് പോവാണ്. നിങ്ങളെല്ലാം എന്താ ചെയ്യുന്ന? നീ പൊക്കോ, ഞാനിവിടെ നിന്നോളാം എന്ന് പറഞ്ഞ് തിരിയുമ്പോ ആൾ ഓൾറെഡി പോയി. ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ കാര്യം എനിക്ക് നല്ല കൂട്ടുകാരുണ്ടായണ്ട. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ നല്ല രീതിയിൽ തിരഞ്ഞെടുക്കണം. ഇയാൾ എന്തായി പറയുന്നേ? അവിടെ ഫൈറ്റ് തുടങ്ങുകയാണ്. ചാടി അടിച്ച് ചവിട്ടി എല്ലാണത്തിനെ അവിടെ ഇടുകയാണ്. ഇവിടെ ആള് ഇവനെയും വലിച്ചഴിച്ചോണ്ട് പോകുന്നു. ഇത് ക്യാമറയിൽ കൂടെ ഒരുത്തം കാണുന്നുണ്ട്. ബോസ്, ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആരെ ഇവിടെ കേറ്റരുതെന്ന്. നമ്മുടെ ആൾക്കാരല്ല, ഒരു വയസ്സായ ഒരുത്തന. ചെറുതാണെങ്കി എന്താ, വലുതാണെങ്കി എന്താ. ആളെ തിരിയുന്നു. ഇവിടെ വരല്ലൂന്ന് പറഞ്ഞ് അതുകൊണ്ട് വരരുത്. ഇനി അവൻ തീർന്ന്. അവന്റെ പോക്കറ്റിൽ ആ കീ ചെയിൻ ഉണ്ട്. അവിടെ തന്നെ ഒരു റൂമില് കുറേമാര് AI വെച്ച് വേണ്ടാത്ത ഫോട്ടോസും വീഡിയോസൊക്കെ വെച്ച് ലൈവ് ചാറ്റിൽ ഓരോരുത്തന്മാരെ വിളിക്കുന്നുണ്ട്. അവന് കാണണമെന്നാ പറയുന്നത്. അവൻ എത്ര പൈസ തരാന്ന് പറഞ്ഞു? 30 മില്യൺ വോൺ. പോവാൻ പറ, നീ ഇപ്പൊ ട്രാവൽ ചെയ്യുമെന്ന് പറ. അപ്പോഴാണ് കിമ്മി മുടിയനെയും കൊണ്ട് നിൽക്കുന്ന കാണുന്നത്. ഇതെന്താ ഇത് എന്ന് പറഞ്ഞ ആളെ എല്ലാരും നോക്കുകയാണ്. ഇവിടെ നേരത്തെ ഇല്ല മറ്റവന് റിപ്പോർട്ട് കൊടുത്തവൻ ഇങ്ങോട്ട് വരികയാണ്. മിണ്ടാതെ ഇവിടെ നിന്ന് പോവാൻ നോക്ക്. സാർ, ഇയാള് എന്ന് പറഞ്ഞ് വരുമ്പോ ഇവൻ ഈ മുടിയനെ ഇടിച്ചിടുകയാണ്. നിനക്ക് ബോക്സിംഗ് അറിയാല്ലേ? ഞാൻ നിന്റെ ചെവിയും കണ്ണും പുറത്തെടുക്കും. വേണ്ടെങ്കിൽ പൊക്കോ. ഞാൻ അവിടെ തൊള്ളവന്മാരെ പോലല്ല. നീ അവരെക്കാട്ടിലും ബോക്സിംഗ് അറിയാന്നുള്ള വ്യത്യാസമല്ലേ ഉള്ളൂ. അങ്ങനെ ആളിങ്ങനെ റെഡിയായി നിൽക്കാണ് ബോക്സ് ചെയ്യാൻ. ആളൊരു ഷൗട്ടും കൊടുത്ത് അടിയും കൊടുത്ത് മൂക്കി ഇങ്ങനെ മുറുക്കി പിടിക്കുകയാണ്. അവൻ കടന്ന് കൂവുന്നു. ഇവനിപ്പോ അവനെ തീർക്കുമല്ലോ. ഹിയോങ്മിനെ പിടിച്ച് നിർത്താൻ നോക്ക്. ബോസ്, അത് ഹിയോങ്മിന്റെ ശബ്ദ. ആളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ കിം കയറി വരുന്നു. എന്നിട്ട് അവിടുത്തെ ഫോൺ നോക്കുകയാണ്.
അവിടെ വൾഗർ ഫോട്ടോസും വെച്ചിട്ടുണ്ട്. മിസ്റ്റർ, നിങ്ങൾ പോലീസാണോ? പോലീസായ എന്താ, കത്തി കൊണ്ടാ കേറൂലേ? കിം അവന്റെ പോക്കറ്റിൽ നോക്കുമ്പോ ആ കീച്ചിങ് കാണുവാണ്. അവൻ അങ്ങോട്ടേക്ക് നടന്നു വരികയാണ്. എന്നിട്ട് ഒരുത്തൻ കത്തി എടുക്കുമ്പോ ഫോൺ കൊണ്ട് ആ കത്തി എടുത്ത് മതിലോട്ട് എറിയാണ്. അങ്ങനെ അവന്മാരെല്ലാം ഫൈറ്റ് ചെയ്യാൻ റെഡിയായി. ഇവൻ എല്ലാരെയും ഇടിച്ചിടുകയാണ്. വരുന്നവരെല്ലാം ചവിട്ടി കറക്കി ടേബിളിലിട്ട് ഇടിച്ചിടുകയാണ്. ഒരുത്തൻ ഇവിടെ പുറകീന്ന് കുത്താൻ വരികയാണ്. ആള് പിടിച്ചേർത്തുന്നു. ഇവിടെ തായ്ക്കൊണ്ടോ എല്ലാണത്തെ അടിച്ചിട്ടിട്ടുണ്ട്. ഇനി ആർക്ക് വേണം? വേണ്ടാത്തവര് പൊക്കോ. അങ്ങനെ എല്ലാണോ ഇറങ്ങിപ്പോന്നു. ഓഹ്, എന്റെ മുട്ട്. ഇവിടെ ആ കുത്താൻ വന്നവനെ ഇടിച്ച് തെറിപ്പിച്ചിടുകയാണ്. ഇതെല്ലാം കണ്ടിരുന്ന് അവൻ ക്ലാപ്പ് അടിക്കുകയാണ്. ഓ, അത് പൊളിയായിരുന്നു കേട്ടോ. നിങ്ങളെന്ത് കൂളാ. നിനക്ക് ആ ഫോൺ എവിടെ നിന്നാ കിട്ടിയേ? ഓ, ഇതോ, അതെനിക്ക് എവിടെ നിന്നായിരുന്നു ഇല്ലേ? ഷോ, ഞാൻ ഓർത്ത് വെക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആള് നോക്കുമ്പോ മിഞ്ചിയുടെ ഫോട്ടോ. ഓ, ഇപ്പൊ മനസ്സിലായി. എന്റെ കൂടെ ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന പെണ്ണ. ആളിങ്ങനെ നിക്കാണ്. ഇവൻ ഒരുമാതിരി ആ ഫോൺ അങ്ങ് നക്കുവാണ്. ആളിതിങ്ങനെ കണ്ടിങ്ങനെ നിന്ന് അവനെ ഒന്ന് നോക്കി ഇടിച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ അവൻ ദാ ഈ പരുവത്തില്. വല്ല ആവശ്യമുണ്ടോ? ആൾ അവനെ എടുത്ത് എറിയാണ്. എന്നിട്ട് അവനെ പൊക്കിയെടുത്ത് സ്റ്റെയറിൽ നിന്ന് താഴോട്ട് എറിയുന്നു. ആള് സ്റ്റെയറിൽ നിന്ന് ഇറങ്ങി വരികയാണ്. എന്നിട്ട് അവനെ എടുത്ത് വലിച്ചെറിയാണ്. ഇവൻ രക്ഷപ്പെടാൻ കിടന്ന് എഴയുവാണ്. ആളൊരു വടിയെടുത്തോണ്ട് വരുന്നു. കിം, നീ ഇവനെ കൊല്ലാൻ പോവാ? മിഞ്ചി എവിടാന്ന് അറിയണ്ടേ? ആളും നിൽക്കുന്നു. നീ ഉത്തരം പറയുന്നതിന് മുമ്പ് ചിന്തിച്ചിട്ട് പറ. മിഞ്ചി ആരാന്നറിയാവോ? ഇല്ല, ഞാൻ അവളെ കണ്ടിട്ടില്ല. സത്യമാ ഞാൻ പറയുന്ന. ആള് ഫോൺ കാണിച്ചു ചോദിക്കുകയാണ്. നിനക്കിത് എവിടെ നിന്ന് കിട്ടി? അത് അപ്പോ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഒരു പിച്ചക്കാരൻ ഈ ഫോണും കൊണ്ട് നിപ്പോണ്ട്. ഈ മുടിയൻ ഇത് കണ്ട ആളുടെ അടുത്ത് വരികയാണ്. ഈ ഫോണിന് പകരം ഒരു സോജു ആയാലോ? എന്നിട്ട് ഒരുപാട് ഫോൺ അവിടെ കൊണ്ടിടുകയാണ്. ഇവൻ ചോദിക്കുകയാണ്, അതിലേതെങ്കിലും പെണ്ണുങ്ങളുടെ ഫോൺ ഉണ്ടോ? ഇവൻ ഈ കീച്ച് കണ്ട ആ ഫോൺ കൊണ്ടു കൊടുക്കുന്നു. ഹാഹാ, ഇത് കൊള്ളാലോ. ഇവളെ കാണാൻ എന്തായാലും രസമായിരിക്കും. നമുക്ക് വേണ്ട വല്ല ഫോട്ടോസും ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ ആള് ചെക്ക് ചെയ്യുമ്പോ അതിനകത്തൊന്നുമില്ല. ഇതെന്താ ഇത് എന്ന് പറഞ്ഞ ആള് കോണ്ടാക്ട് ലിസ്റ്റ് എടുക്കുമ്പോ ഫുള്ള് കിമ്മിനെയാണ് വിളിച്ചേക്കുന്നത്. ഇവക്ക് അച്ഛനേ ഉള്ളോ? അതിലറിയാതെ ആളുടെ കൈ തട്ടിയാണ് കോള് പോകുന്നത്. ആളത് കട്ട് ചെയ്യുന്നു. പ്രസന്റ് കാണിക്കാണ്. ഞാനത് അപ്പോഴേ ഓഫ് ചെയ്തു. നീ എന്താ ഇപ്പൊ പറഞ്ഞ? ഞാനത് ഓഫ് ചെയ്തു. അതല്ല, കോൾ ഹിസ്റ്ററിയെ കുറിച്ച്. അതിനകത്ത് അച്ഛൻ എന്നേ ഉള്ളായിരുന്നു, ഒരു ഫ്രണ്ടും ഇല്ലായിരുന്നു. ഓ അല്ല, ഒരെണ്ണം ഉണ്ടായിരുന്നു, ഹീറോങ്. അപ്പൊ ആള് ഓർക്കാണ്. മിഞ്ചി, എനിക്കൊരു നമ്പർ വേണം. ഇന്ന് ഹീറോങ്ങിന്റെ നമ്പറാ. അത് കട്ട് ചെയ്ത് എന്നെ വിളിക്കരുത്. ഞാൻ ഇന്ന് ഹീറോങ്ങിന്റെ വീട്ടിലായിരിക്കും. പക്ഷേ എനിക്ക് അറിഞ്ഞൂടെ അതൊരു ഫ്രണ്ട് ആണോന്ന്. പാസ്റ്റിൽ ഇവര് ചാറ്റ് വായിക്കാണ്. മിഞ്ചി, ഒരു 20,000 ഫോൺ തരുവോ? മിഞ്ചി, നിന്റെ ഫോണും തരുവോ? മിഞ്ചി, നിന്റെ ഉടുപ്പും തരുവോ? നാളെ എന്റെ ബർത്ത്ഡേ, എനിക്ക് മേക്കപ്പ് വാങ്ങിച്ചിരുവോ? അവളെ യൂസ് ചെയ്യുവാന്ന് എനിക്ക് തോന്നിയ. ആളിങ്ങനെ നിൽക്കുകയാണ് കരഞ്ഞോണ്ട്. ആൾ ഓർക്കുന്നു. ആളിവിടെ തുടച്ച് വൃത്തിയാക്കുമ്പോ മിഞ്ചി റൂമിൽ ഇരുന്ന് ഉറക്ക പാടുവാണ്. ആള് ഡോർ തുറന്ന് പറയാണ്, കിമ്മിഞ്ചി, രാവിലെ മുതൽ ഈ റൂമിൽ കുത്തിയിരിക്കാതെ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്ക്. ഇല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോ. വെളിയിൽ നല്ല ചൂടാ, നിന്റെ റൂമിൽ ചൂടില്ല. എന്നാ വന്ന് ക്ലീൻ ചെയ്. ആൾ ആ ബ്രഷ് വെളിയിലിട്ടിട്ട് കഥവ് കുറ്റിയിടുകയാണ്. എന്നിട്ട് 1 മിനിറ്റ് ഇങ്ങനെ നിൽക്കുവാണ്. ഫ്ലാഷ് ബാക്ക് കാണിക്കാണ്. അച്ഛൻ, ഞാൻ ഒന്നും ചെയ്തില്ല. ഇവളെന്നെ ഹറാസ് ചെയ്തോണ്ടിരുന്നത്. മിഞ്ചി, മിണ്ടാതിരിക്കെ. ഓ, നിനക്ക് നിന്റെ ഉടുപ്പൊന്ന് കഴിവിക്കൂടെ? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ എന്നെ നോക്കല്ലൂന്നാ. മതി ആ വൃത്തിയേട്ടവളായിട്ട് കുത്തിയത്. അത് കട്ട് ചെയ്ത് ഇനി ഇറങ്ങി വഹേരിക്ക് നിന്നെ കാണണം. പിന്നെ ആൾ ആ സ്പോർട്സ് ക്ലോത്ത് നോക്കുന്നതും എല്ലാം. ഇവിടെ കിം കരഞ്ഞോണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാ ഞാൻ ഇത് മുമ്പേ ശ്രദ്ധിക്കാനത്? കിം, നീ അവിടെ പിടിച്ചേക്ക്. ഇപ്പൊ ഇമോഷണൽ ആവാനുള്ള സമയമില്ല. അവൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ്. എന്റെ പാവം മിഞ്ചി. എനിക്കറിയാം നീ ഒരുപാട് ശ്രമിച്ചെന്ന്. നിനക്ക് ഒരുപാട് വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നീ അവളുടെ അച്ഛനാ. നമുക്ക് അവളെ ആദ്യം കണ്ടുപിടിക്കണം. നിനക്കിത് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ? ഹോസൻ സ്റ്റേഷനിൽ നിന്ന്. ഒരു പിച്ചക്കാരന്റെ കിട്ടിയതാ. അപ്പൊ ആരോ വരുന്ന സൗണ്ട് കേൾക്കുന്നു. നിന്നെ കിട്ടിയല്ലോ. അങ്ങോട്ട് നോർത്ത് വരികയാണ്. ആള് പുറകെ വന്ന് ഗൺ പോയിന്റ് ചെയ്യാണ്. ഇവന്മാരിവിടെ ഓടിപ്പോന്നു. ഫേക്ക് 66. ആളിങ്ങനെ നിക്കാണ്. അതോടെ എപ്പിസോഡ് 3 ഇവിടെ തീരാണ്. ഒരു കുഞ്ഞു പാർട്ടും കൂടെ ഉണ്ട് ഇതിന്റെ കൂടെ. ഈ സൗത്തിലെ ആള് നമ്മുടെ കിമ്മിനോട് പറയാണ്, പേര്, വയസ്സ്, ഫാമിലി. ശരിയാ, അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തായാലും അതൊക്കെ ഒരു സീക്രറ്റ് അല്ലേ? എന്നെ എന്തിനാ ജീവനോടെ വെച്ചേക്കുന്ന? നല്ല ക്വസ്റ്റ്യൻ. നിന്നെ കൊന്നിട്ട് നോർത്തും സൗത്തും ഒന്നിക്കാൻ പോകുന്നില്ല. അതുമല്ല, ചിലപ്പോ നിനക്ക് ഞങ്ങളെ സഹായിച്ചേക്കാം. ഞാൻ എന്റെ നാടിനെ ചതിക്കണമെന്ന് പറയുന്ന പേരോ വയസ്സോ ഫാമിലിയോ ഇല്ലാത്ത ആക്കെങ്ങനെയാ നാട് കിട്ടുന്നേ? എന്താ, നിന്നെ പോലെ ആൾക്കാരെ കൊല്ലുന്നൊരുത്തം വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ആള് വലിയ മുടിയൊക്കെ വളർത്തി അങ്ങോട്ട് വരുന്നത്. ഇത് നോർത്തിന്ന്, ഇത് സൗത്തിന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീറ്റ് ചെയ്തോ. നിങ്ങൾ ബഡീസ് ആവണമെങ്കിൽ ആദ്യം നിങ്ങളുടെ സ്കില്ല് നോക്കണം. ഒരു പട്ടാളക്കാരൻ ഒന്നെങ്കിൽ കൊല്ലും, അല്ലെങ്കിൽ മരിക്കും. അതട്ടേത് രണ്ടുപേരും കൂടെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കാണ്. പിന്മാറരുത്. നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ജീവിക്കാനോ? എനിക്ക് ജീവിക്കാൻ ഒരു ആഗ്രഹം ഇല്ല. ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് ഒരു ഫ്രണ്ടിനോട് ചെയ്ത പ്രോമിസ് കാരണം. നിന്റെ പേരെന്താ? 73 അല്ല 66. അങ്ങനെ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ റെഡിയായി നിൽക്കാണ്. അതോടെ ഇതും തീരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഇങ്ങനെ ഡയലോഗ് ആയിട്ട് വേണോ അതോ ജസ്റ്റ് എക്സ്പ്ലനേഷൻ മതിയോ? അതൊന്ന് കമന്റ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ ഗൈസ്.